നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 48-ാം സങ്കീർത്തനം വായിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. 48-ാമത്തെ സങ്കീർത്തനം 48. ഒരു ഗീതം, കോരഹപുത്രന്മാരെ ഒരു സങ്കീർത്തനം. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇതാ, രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ചു കടന്നുപോയി. അവർ അത് കണ്ട് അമ്പരന്നു. അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി. അവർക്ക് അവിടെ വിറയൽ പിടിച്ചു. നോവു കുട്ടികൾക്കെന്ന പോലെ വേദന പിടിച്ചു. നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീശ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു. ദൈവമേ, നിന്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവമേ, നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രന്മാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. സിയോനെ ചുറ്റി നടന്ന് പ്രദർശനം ചെയ്യുവീൻ, അതിന് ഗോപുരങ്ങളെ എണ്ണുവീൻ. വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവീൻ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ. എൻ പരനെ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ. എൻ പരനെ വാഴ്ത്തുക നീ മനമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഇന്ന് ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം കർത്താവിലായിരിക്കാൻ, ആരാധനയ്ക്ക് വേണ്ടി എൻ്റെ മുട്ടുകളെ മടക്കുവാൻ കർത്താവ് ഇടയാക്കി. നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ എല്ലാ കുറവുകളും ബലഹീനതകളും ഞങ്ങളുടെ മാലിന്യങ്ങളും ദൈവത്തിന് പ്രാഗൽഭ്യമില്ലായ്മയും ഒക്കെ നീക്കി പൂർണ്ണ പ്രാഗൽഭ്യത്തിൽ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് എൻ്റെ കർത്താവ് തരുമാറാകണം. കർത്താവെ, സകല ലോകത്തിൻ്റെ സ്വാധീനത്തെയും ഞങ്ങൾ അകറ്റണം. ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. ദൈവമേ, തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇതാ സമർപ്പിക്കുന്നു. കാത്തുകൊള്ളുമേപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മകൾക്കായി സ്തോത്രം, 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 സ്തോത്രം. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന, ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. നമുക്കിരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതിനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമുക്ക് ഒരു ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസവും കൂടി തന്നു. ഇന്ന് നാം ആരാധിപ്പാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുക. എന്താണ് ആരാധനയെന്നും എന്തിനാണ് ആരാധനയെന്നും ആരാധനയിൽ കൂടി നമുക്ക് പ്രാപിക്കാനുള്ളത് എന്താണെന്നും ഉള്ളതെല്ലാം പല നിലയിൽ നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ മുഖ്യമാണ്, ഈ ലോകത്തിൽ നമ്മൾ വന്ന് പെട്ടത് പാപജഡത്തിലാണ്. ഒരു പക്ഷി ചെന്ന് ഒരു ഉണങ്ങിയ കമ്പിൽ പോയി ഇരുന്ന് ആ വൃക്ഷത്തിൻ്റെ കമ്പ് ഒടിയും എന്ന് അറിഞ്ഞുകൊണ്ട് ആ പക്ഷി അതിലെ വിശ്വസിക്കാതെ അതിനെ വിട്ട് പറന്നു പോകുന്നത് പോലെ നാം ഈ ലോകത്തിൽ വന്ന് ഈ ലോകത്തിൽ ജഡത്തിൽ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് അപകടം മനസ്സിലായത്. കാരണം ഞാൻ അകപ്പെട്ടിരിക്കുന്നത് പാപജഡത്തിലാണ്.
പാപജഡം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാം. അപകടത്താലോ മരണത്താലോ മറ്റേതെങ്കിലും രോഗത്താലോ ഈ ശരീരം വിട്ടു പോയാൽ ഈ ശരീരവുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ടുന്ന ഇടത്തേക്ക് താൻ പോകേണ്ടി വരും. ധാരാളം കർമ്മങ്ങളോട് കൂടിയ ഒന്നാണ് ഈ ശരീരം. തലമുറകളായിട്ട് അപ്പനും അപ്പൻ്റെ അപ്പനും ആദാം മുതൽ ഉള്ള സകല തലമുറയെയും ദോഷങ്ങളുടെ അംശം ഈ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ സ്വാധീനത്താൽ ഈ ലോകത്തിൽ വെച്ച് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മറുപടി പറയേണ്ടതാണ്. മാത്രമല്ല, യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും ചില കുടുംബങ്ങളും ചില വ്യക്തികളും ഒക്കെയും വഴിയിൽ വെച്ച് അവസാനിച്ചു പോകുന്നതും പെട്ടെന്ന് അപകടത്തിലും പെട്ടെന്ന് രോഗത്തിലും മറ്റു പല സന്ദർഭങ്ങളുണ്ടായി ഇവിടെ നിന്ന് നശിച്ചു പോകുന്നതും കണ്ണുകൊണ്ട് കാണുകയാണ്. എന്ത് ചെയ്തിട്ട്? നന്മയും തിന്മയും തിരിച്ചറിയുന്നതിന് മുമ്പ് നശിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ സ്വന്തം നന്നായിട്ട് ജീവിച്ച് ആർക്കും ഉപദ്രവം കൂടാതെ ജീവിച്ച് കടന്നു പോയിട്ട് ഒരു സന്ദർഭത്തിൽ ആ കുടുംബമേ ഇല്ലാതായി പോകുന്ന സന്ദർഭങ്ങൾ. ഇതിനൊക്കെ ആര് മറുപടി പറയും? ഇതെല്ലാം മനുഷ്യൻ്റെ ദൃഷ്ടിക്ക്, നമ്മുടെ ദൃഷ്ടിക്ക് അത് ഒരു പക്ഷെ മറിഞ്ഞിരിക്കാം. പക്ഷേ ദൈവം മുൻകണ്ടിട്ടുള്ള മനുഷ്യരുടെ പ്രാണനിതറിയാം. ലോകത്തിൽ കാണുന്ന ഈ കാര്യങ്ങൾ, ഈ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസം താനും ഇതുപോലെ അവസാനിച്ചു പോകും. അത് താൻ നല്ല പ്രവൃത്തി ചെയ്താലും ചീത്ത പ്രവൃത്തി ചെയ്താലും ഇവിടെ നിന്ന് മരിക്കും എന്നുള്ളതിൻ്റെ അടയാളം നിശ്ചയമായിട്ടും ഒരു ന്യായവിധിയുണ്ട്. മരിക്കുന്നവന് ന്യായവിധിയുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്ന് ചോദിക്കേണ്ട. എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം ദൈവത്തിന് ദ്രോഹമായിട്ട് ഉള്ള പ്രവൃത്തികളുണ്ടോ, അതെല്ലാം ചെയ്ത ഒരു ശരീരത്തിൻ്റെ ബാക്കിയിലാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, ഇവിടെ ആയിരിക്കുന്നു. ആദ്യം പറഞ്ഞതുപോലെ ഒരു ഉണങ്ങി വീഴാറായിരിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ കമ്പിൽ ഒരു പക്ഷി ചെന്നിരിക്കുന്നത് പോലെ ആണ് ഇന്ന് ഈ അനുഭവം. ഇവിടെ വന്നിരിക്കുന്നതിൽ നീ താൻ പോകാമെന്ന് വിചാരിക്കേണ്ട. ഒരു ഡ്രൈവർ ഒരു റോട്ടിൽ കൂടി വാഹനം ഓടിച്ചു പോവുക. അങ്ങനെ വാഹനം ഓടിച്ചു പോകുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പക്ഷികൾ വന്ന് വൃക്ഷങ്ങളിൽ നിന്ന് വീഴുന്ന ഒരു പ്രത്യേക വിത്തുണ്ട്, അത് തിന്നും. എല്ലാം കൂടെ കൂടിയിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഇത് തിന്നിട്ട് പോകുന്ന അനുഭവമുണ്ട്. പക്ഷെ എത്ര സ്പീഡിൽ പോകുന്ന വണ്ടിയാണെങ്കിലും ഈ പക്ഷികൾ ഇടിക്കില്ല. ഇടിച്ചെന്ന് നമ്മൾ വിചാരിക്കും, മുട്ടിയെന്ന് വിചാരിക്കും, പക്ഷെ പക്ഷികൾ പറന്നു പോകും. അത് അത്രമാത്രം തന്ത്രപൂർവം അല്ലെങ്കിൽ അത്ര വഴക്കത്തോടു കൂടി അവ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണും. അതുകൊണ്ട് ഈ ഡ്രൈവർ എന്ത് ചെയ്തു? ഇത് കുഴപ്പമില്ല, കാരണം അവർ പോകും. അവരൊന്ന് മുട്ടിക്കാൻ ശ്രമിച്ചാൽ തന്നെ അത് നടക്കില്ല. അപ്പോൾ അത് എല്ലാവർക്കും കാണുന്നവർക്കൊരു വിനോദമാണ്. പെട്ടെന്നങ്ങ് ചെല്ലുമ്പോൾ ഈ പക്ഷികൾ അവരെ സ്പർശിക്കാതെ പറഞ്ഞത് ഒഴിഞ്ഞു പോയി 4 ദിവസത്തേക്ക് പറന്നു പോകുന്നു. എന്നാൽ ഈ ഡ്രൈവർക്ക് ഒരു അബദ്ധം പറ്റി. ഇദ്ദേഹം ഈ വണ്ടി ഓടിച്ച് നേരെ നിന്ന് ഒരു പക്ഷി മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അതങ്ങ് പറന്നു പോകുന്നത് കാണാമെന്ന് പറഞ്ഞ് നേരെ അങ്ങ് ചെന്ന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പക്ഷി മാത്രം പോയില്ല, അതിൻ്റെ പുറമെ ഈ വണ്ടി തട്ടി അത് ഛിന്നഭിന്നമായിപ്പോയി ഈ പക്ഷി. എന്താണ് കാരണം? ഒരിക്കലും അദ്ദേഹം അതിനെ കൊല്ലാനോ അതിനെ ഇല്ലാതാക്കാനോ അതിനെ ഉപദ്രവിക്കാനോ ചിന്തിച്ചതല്ല. വേഗം ഇറങ്ങി ചേർന്ന് ഒന്നരൊക്കെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ പക്ഷി ഈ റോട്ടിൽ വീണിരിക്കുന്ന വിത്ത് പെറുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ വിട്ടിരിക്കുന്ന ടാർ ശകലം ഉരുകിയതിൽ ഈ പക്ഷിയുടെ കാല് ഉടക്കി കിടക്കുക. ഇതിന് പറന്നു പോകാൻ പാടില്ല, ഇതിനെ ഇടിക്കില്ല, ഇതിനറിയാം. ഏത് വാഹനം വന്നാലും അതിനെ വിട്ടൊഴിയാൻ ഈ പക്ഷിക്ക് അറിയാം. പക്ഷേ ഇത് സാധിക്കുന്നില്ല, കാലുടക്കിയിരിക്കുക.
കാല് പറ്റിയിരിക്കുക. ഇതുപോലെയാണ് പ്രാണൻ. അതായത് താനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്നത് ഞാനെന്ത് ചെയ്ത്? ഞാനും 50 വർഷമായി ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ 60 വർഷമായി, അല്ലെങ്കിൽ 20 വർഷമായി ഇവിടെ വന്നിട്ട്. ഇതിൽ ഞാൻ ആരോട് എന്ത് ചെയ്തു? ഞാൻ ആരോട് എന്ത് ചെയ്തെന്ന് പറ. ഒരൊറ്റ മനുഷ്യന് എന്നെ കൊണ്ടൊരു ദോഷം ഉണ്ടായിരുന്നു പറ. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും വാഗൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം കൊണ്ടോ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ പറ. പറയാനില്ല. പക്ഷേ അങ്ങനെയുള്ളവനും ഒരു നിമിഷം ഇതാ ഇല്ലാതായി പോകുന്നു. സങ്കടപ്പെട്ടു പോകും ചില മനുഷ്യരുടെയൊക്കെ അനുഭവം കണ്ടു കഴിഞ്ഞാൽ. നിരപരാധികളും നിഷ്കളങ്കരാണ്. കർത്താവ് പറഞ്ഞു, ഇവിടെ ഈ തലമുറ എന്ന് പറയുന്നത് വലിയ ദുഷ്ടതയുടെ ഒരു കണ്ണി മാത്രമാണ്. അതായത് മനുഷ്യവംശത്തിൽ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചിട്ടുള്ള പ്രവൃത്തിയുടെ കർമ്മഫലം ഈ തലമുറയിലുണ്ട്, മനുഷ്യരിലുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ഈ പാവജടത്തിൽ വന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനും കുറ്റമറ്റവനല്ല. അവൻ ഒന്നുകിൽ അവൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ തലമുറകളായി വന്നു കിടക്കുന്ന തെറ്റ്, ഇതിലേക്ക് ഇവൻ ഈ ശരീരത്തിൽ വസിക്കുന്നവൻ ബാധ്യസ്ഥനാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ ദൈവം മുൻകണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ ഇവിടെ പരദേശിയായി. നമ്മുടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ പരദേശിയും പ്രവാസിയാണ്. അത് ഈ ശരീരത്തിൽ വന്ന് പാർക്കുമ്പോൾ അവൻ അറിയുന്ന ഏറ്റവും വലിയൊരു അറിവാണ്. ഇതുകൊണ്ട് തന്നെ ദൈവം മുൻകണ്ടിട്ടുള്ള ജനത്തിന് ഇതിലിരിക്കുമ്പോൾ ഇരുന്ന് തിരിച്ചറിവാകുന്ന സമയം മുതൽ അവന് ഉണ്ടാകുന്നതാണ് വിട്ടുപിരിയാത്ത ഭയം. ബാല്യം മുതൽ ഭയങ്കര ഭയമാണ്. കാരണം എന്ന് മരിക്കും. ഈ പ്രാണന്റെ ഇവന്റെ ജീവിതം മരിക്കുന്നതിന് മുമ്പ് ഇവൻ ഈ ജഡത്തിൽ നിന്ന്, അതായത് ഈ ശരീരത്തിൽ നിന്ന് ഒന്ന് വേർപെടണം. കാരണം ശരീരം വേർപെട്ടാലും അതിനോടുകൂടി ഞാൻ പെട്ടുപോകരുത് എന്നുള്ള ഒരു ചിന്തയാണ് ദൈവഭക്തിക്ക്, ഒരു ദൈവഭക്തന് ദൈവഭക്തിയുടെ ആരംഭത്തിന്റെ കാരണം. ജഡത്തിൽ നിന്ന് വേർപെട്ടിരുന്നാൽ പിന്നെ ബാധിക്കില്ല. ആദ്യം നമ്മൾ ചിന്തിച്ചതുപോലെ ആ വാഹനം വരുന്നു, വാഹനത്തിൽ നിന്ന് മാറാൻ അറിയാം, മാറണമെന്നുണ്ട്. അത് ആ പക്ഷിക്കുമുണ്ട്, ഡ്രൈവർക്കും ഉണ്ട്. പക്ഷെ വരുമ്പോഴേക്കും കാല് ഉടക്കിയിരിക്കുന്ന ആ റോട്ടിൽ നിന്ന് തൻ്റെ കാല് വേർപെട്ടിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ജഡത്തോട് പറ്റിയിരിക്കരുത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ജഡത്തിന് കടക്കാരായിരിക്കരുത്. ശത്രുവാകട്ടെ, അതായത് ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്ന ആ സ്വാധീന ശക്തിയാകട്ടെ, ജഡത്തോട് പറ്റിയിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പല പ്രവൃത്തികളും ചെയ്യും. അതുകൊണ്ടാണ് ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞതിന് ശേഷം കുറേ വിഷയങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ദ്വന്ദ്വപക്ഷം, ജാരശങ്ക, ശാഠ്യം, അനുസരണക്കേട് മുതലായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഈ മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ചതിന് ശേഷം ജഡവുമായിട്ട് അങ്ങ് കൂട്ടി വിട്ടുപിരിയാൻ പറ്റാത്തൊരു ബന്ധത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നോക്കിയിരിക്കുക, മരിക്കട്ടെ. ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ ആ ജഡത്തോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് വിട്ടുമാറാതെ ഈ ജഡത്തിൻ്റെ എന്തെല്ലാം പ്രവൃത്തികളുണ്ടോ, തലമുറകളായിട്ട് എന്തെല്ലാം കർമ്മപ്രവൃത്തികളുണ്ടോ, അതിന് മുഴുവനും ഈ പ്രാണന് ഉത്തരവാദിയായി തീരും. വിട്ടുപിരിയാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ളവരാണ് വചനം പറയുന്നത് പെട്ടെന്ന് തന്നെ നിമിഷം കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങും. പാതാളത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ കാരണം പാതാളത്തിൻ്റെ ആകർഷണം ഈ പ്രാണനിലുണ്ട്. പ്രാണനിലേക്ക് പാതാളത്തിൻ്റെ ആകർഷണം വരുന്നതിൻ്റെ കാരണം അകൃത്യഭാരമുണ്ട്. അകൃത്യഭാരം വരുന്നതിൻ്റെ കാരണം പാപം ചെയ്ത ശേഷമുള്ള അനുഭവം, ശിക്ഷാവിധിക്കുള്ള അവസ്ഥ ആ പ്രാണനുണ്ട്, ഈ ശരീരത്തിനുണ്ട്, അതിനോട് പറ്റിയിരിക്കുന്നുണ്ട്, പ്രാണനുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും അകൃത്യഭാരത്തിൽ ഒരുത്തൻ മരിച്ചാൽ അവനെയാണ് പാപത്തിൽ മരിക്കുന്നവൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി. അതുകൊണ്ട് ദൈവഭക്തൻ ഇങ്ങനെ ദൈവം മുൻകണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ
ഇവിടെ വന്ന് ഈ ജീവിക്കുമ്പോൾ തന്നെ ഇവന് ഭാരം തുടങ്ങി. എന്ത് ചെയ്യും? ഭയമാണ്. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നാൽ യഥാർത്ഥത്തിൽ അവൻ അതിന് സന്ദർഭമില്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് വചനം പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, വേദനപ്പെട്ടിരിക്കുന്ന പ്രാണങ്ങൾ. വേദനപ്പെട്ടിരിക്കുന്ന പുറമേയുള്ള മനുഷ്യനല്ല, ഉള്ളിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ ഉള്ളിൽ ദൈവമേ, ഇപ്പോൾ ആ പക്ഷിയുടെക്ക് ചിന്താശേഷി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാല് റോട്ടിലേക്ക് പറ്റിയിരിക്കുക, ടാറിൽ മുങ്ങിയിരിക്കുകയാണ്, ഇപ്പോൾ ഒരു വാഹനം വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതായി പോകും, പറന്നു പോകാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ചിന്താഗതിയിലാണ് അങ്ങനെ ഭയന്ന് വിറച്ചതിരിക്കുക. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ പ്രാണൻ, ദൈവം മുൻകണ്ടിട്ടുള്ളവൻ്റെ പ്രാണൻ ഒരു ശരീരത്തിലായിരിക്കുന്നത്. ഈ സമയത്താണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, കർത്താവ് വരുന്നത് തക്ക സമയത്ത് തൻ്റെ വചനത്തെ വെളിപ്പെടുത്തുന്ന ദൈവം. ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് ദൈവം തൻ്റെ വചനത്തെ അയക്കുക. വചനം വന്നാൽ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എബ്രായലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമോ ജീവനും ചൈതന്യവും ഉള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. സകല സൃഷ്ടിയും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ട് അത്രേ നമുക്ക് കാര്യമുള്ളത്. ആ വാക്യം നമ്മൾ കേട്ടോളണം. എന്താണ്? ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇരുവായത്തിലുള്ള വാള്, അപ്പോൾ അതൊരു വാളാണ് ഈ ദൈവത്തിൻ്റെ വചനം. അപ്പോൾ വന്നവൻ എങ്ങനെ വന്നു? വിടുവിക്കാൻ വന്നവൻ എങ്ങനെ വന്നു? വിടുവിക്കാൻ വന്ന വാളുമായിട്ടാണ് വന്നത്. എന്ത് ചെയ്തു? പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വേർതിരിക്കാൻ വേർതിരിച്ച്. എങ്ങനെ? ജഡത്തോട് പറ്റിയിരിക്കുന്ന പ്രാണനെ വേർതിരിച്ച്. കാരണം പ്രാണൻ പിടിച്ച് പേടിച്ചിരിക്കുക. നമ്മളാ പറഞ്ഞതുപോലെ ആ പക്ഷി, അതിന് മനസ്സിലായി, അതിനറിയാം. കാരണം ഇപ്പോൾ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ, കാരണം ഡ്രൈവർ നിരപരാധിയാ, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കാലാണ് ഇവിടെ ഉടക്കിയിരിക്കുന്നത്, ഇതാരും അറിയുന്നില്ല. പുറമേ നോക്കുമ്പോൾ ഒരു പക്ഷി അവിടെ നിന്ന് ഈ വീഴുന്ന വിത്ത് തിന്നുന്നത് മാത്രമേ അറിയാവൂ. ആരും അതിൽ ഉത്തരവാദിയല്ല. ഈ സമയത്താണ് ഇതുപോലെ ഇരിക്കുന്ന പ്രാണന്റെ അടുത്തേക്കാണ് കർത്താവ് വരുന്നത്. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നതിൻ്റെ അടുക്കിലേക്ക് വന്നതിന് ശേഷം വാളെടുത്തു. എങ്ങനെ? തക്ക സമയത്ത് തൻ്റെ വചനത്തെ വെളിപ്പെടുത്തി. ആ വചനത്തെ വെളിപ്പെടുത്തിയ വാളിനെ വെളിപ്പെടുത്തി. എന്തിനാ വന്നേക്കുന്നറിയാവോ? ഉടയവൻ എന്തിനാ വന്നിരിക്കുന്നറിയാവോ? അഗ്നി ജ്വാലക്കത്തുള്ള കണ്ണും വെള്ളോട്ട് സദൃശമായ കാലും മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും വായിൽ നിന്ന് ഇരുവായത്തുള്ള വാൾ പുറപ്പെടുന്നതുമായ ആ ഉടയവൻ, ആ കർത്താവ് വന്നു. എവിടുന്ന വാൾ പുറപ്പെടുന്നത്? വാൾ പുറപ്പെടുന്നത് എവിടുന്ന? വായിൽ നിന്നാണ്. അവിടെ നിന്ന് ആ വാളുമായിട്ട് വന്നു. ഇരിക്കുന്ന കൊമ്പ് വെട്ടിമുറിക്കുന്നത് പോലെ അവൻ ഇരിക്കുന്ന ആ കാല് ബന്ധിച്ചിരിക്കുന്ന ആ ഭൂമിയിൽ നിന്ന്, ആ ടാറിൽ നിന്ന്, ആ റോട്ടിൽ നിന്ന് പതുക്കെ അതിനെ വേർതിരിച്ചെടുക്കുന്നത് പോലെ താൻ മുൻകണ്ടിട്ടുള്ള തൻ്റെ ഭക്തൻ്റെ പ്രാണനെ അവൻ ഈ വാളുകൊണ്ട് പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതാകുന്നു. അതിനെ വെട്ടിത്തുളച്ച് എടുത്ത് മാറ്റി പ്രാണൻ. ഈ സമയമാണ് വചനം പറയുന്നത് സമാധാനം. ആരാ നമുക്ക് സമാധാനം തന്നെ? ക്രിസ്തു യേശു. എങ്ങനെയാ സമാധാനം തന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അങ്ങ് പറയണം. ഇത്രയും കാര്യങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ എങ്ങനെ ഇരുന്നതാണെന്നറിയാമോ? ഞാൻ സന്ദർഭവശാൽ ഒരു കെണി പിടിച്ച ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചതാണ്. ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ വന്ന് ഞാൻ ജനിച്ചുപോയി. ഒരപ്പനും അമ്മയ്ക്കും ഞാൻ ഉണ്ടായതാണ്. ആ അപ്പൻ്റെ അമ്മയുടെയും തലമുറ എന്ന് പറയുന്നത്, അവരുടെ അപ്പനെന്ന് പറയുന്നത് സകലവിധ ദുഷ്ടതകളും ഉള്ള ഒരു കുടുംബമാണ്. സകല ദുഷ്ടതകളും ദൈവത്തോട് മത്സരിക്കുന്നതാണ്.
അതായത് കോരഹിൻ്റെ മക്കളുടെ ചരിത്രം നമ്മൾ ഉദാഹരണമായിട്ട് എടുത്താൽ മതി. കോരഹ് ദുഷ്ടനാണ്. ആ കൂട്ടർ മുഴുവൻ ദുഷ്ടതയാണ്. ഇതിനകത്ത് മക്കൾ വന്ന് പെട്ടുപോയി. മക്കൾ അങ്ങനെയുള്ളവരല്ല. മക്കൾ അങ്ങനെയുള്ളവരല്ല. പക്ഷെ വന്ന് പെട്ടിരിക്കുന്നത് എവിടെയാ? വന്ന് പെട്ടിരിക്കുന്നത് കോരഹിൻ്റെ മകനായിട്ടാണ്. സങ്കടം മനസ്സിലാക്കണം. കോരഹിൻ്റെ മക്കളുടെ പ്രാണങ്ങളോട് ചോദിച്ചാൽ ഇതെന്ത് പറ്റി? എന്നാ ഇങ്ങനെ വിഷാദം? ഇതെന്താ ഇങ്ങനെ വിഷാദം? വിഷാദം പറ്റിപ്പോയി. ഞാൻ ഈ ജഡത്തിൽ, പാപജഡത്തിൽ, ഈ ദുഷ്ടതലമുറയിൽ ഈ അപ്പൻ്റെയും അമ്മയുടെയും മക്കളായിട്ട് വന്ന് ഞാൻ ജനിച്ചു. മകനായിട്ട് വന്ന് ഞാൻ ജനിച്ചു. ആ ജനിച്ചതിന് ശേഷം ഇവിടെ ജനിച്ച് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത് സംഗതി പ്രശ്നമാണ്. കാരണം ഇവർ ചെയ്ത ഈ തലമുറ ചെയ്തു വെച്ചിരിക്കുന്ന സകല ദുഷ്ടതയ്ക്കും ഞാനും മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. എന്നെ ആരിതിൽ നിന്ന് വിടുവിക്കും? എന്നെ ആരിൽ നിന്ന് വിടുവിക്കും? ആർക്ക് വിടുവിക്കാൻ പറ്റും? അതിനാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് പറയുന്നത്. അതായത് കോരഹും അപ്പനും കൂട്ടരും എല്ലാം മോശയോട് മത്സരിക്കുക. മോശയോട് പറയുന്നത് ഇസ്രായേൽ ജനം മുഴുവൻ വിശുദ്ധരാകുന്നു. മോശ കഷ്ടപ്പെട്ട് അനേക നാളത്തെ കഷ്ടപ്പാട് കൊണ്ട് ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ട് വരുമ്പോൾ മോശയോട് പറഞ്ഞ വാക്കാം, മതി മതി മതി, ഇസ്രായേൽ ജനം മുഴുവൻ വിശുദ്ധരാ, നിങ്ങൾ അവരുടെ നേതാവാകാൻ നോക്കണ്ട, നിങ്ങളെ തന്നെ ഉയർത്തി അവരുടെ നേതാവാകാൻ നോക്കണ്ട, ഇവിടെ എല്ലാവരും വിശുദ്ധരാ. അതുകൊണ്ട് നാളെ നീ നോക്കിക്കോ, ഇവിടെ എല്ലാവരും കൂടെ നിങ്ങൾ ഈ അഹറോൻ മാത്രം ധൂപം കാട്ടുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും വേണ്ട, ഞങ്ങൾ കാണിച്ചു തരാം എന്താന്ന്. സ്വർണം കൊണ്ട് ധൂപ കലശം ഉണ്ടാക്കിയേക്കുക. 250 പേരാ, 1-2 പേരല്ല. നിങ്ങൾ എത്ര പേരുണ്ട്? നീയും മോശയും അഹരോനും അവർ കുറച്ച് പേരും കൂടെ കൂടി ഈ കണ്ണ് കാണിക്കുന്നതൊന്നും അല്ല കാര്യം ഞങ്ങൾ കാണിച്ചു തരാം. 250 ധൂപകലശം ഉണ്ടാക്കി വല്ല മഹാസന്നാഹം കൂടിയേക്കുക. മോശ അന്തിച്ചു പോയി. എന്ത് ചെയ്യും? കാരണം തൻ്റെ ജീവിതം തന്നെ ഇതിനു വേണ്ടി, ഈ ജനത്തിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. ഇവരാണെങ്കിൽ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? എങ്ങനെ മുമ്പോട്ട് പോകും? കർത്താവ് പറഞ്ഞു അതിന് മറുപടിയും കൊടുത്തു. കർത്താവിന് മറുപടിയും കൊടുത്തു. ജീവനോടെ അതുങ്ങൾ മുഴുവനും പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി വിളർന്നു. ദൈവത്തിൻ്റെ കോപത്തിങ്കൽ അവരെ എല്ലാവരും പാതാളത്തിലേക്ക് ഇറക്കി. അവരുടെ നിലവിളി പാളയം മുഴുവൻ കേട്ടു. അങ്ങനെ പോയി. ഇതിൻ്റെ മക്കളുടെ കാര്യമായി പറയാം. ഇവരുടെ മക്കളുടെ കാര്യം നിങ്ങൾ കേൾക്ക്. ആ മക്കളുടെ പ്രാണൻ എങ്ങനെയാ? ആ മക്കളുടെ പ്രാണൻ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? അപ്പം ചെയ്തത് എന്താ? ദൈവത്തോട് മത്സരം. അവരെങ്ങനെയാ മരിച്ചേ? ഇങ്ങനെയാ മരിച്ചേ. തലമുറകളായി കിടക്കുന്ന ശാപങ്ങൾ ഇത് മുഴുവനും അംശം ഞാനും അനുഭവിക്കണം. ഞാൻ ഇതിൽ വന്നു പെട്ടുപോയി. എന്ത് ചെയ്യും? വിറച്ചിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞല്ലോ, ആ പക്ഷി ഇരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വാഹനം വന്നാൽ മതി, തീർന്ന്, എൻ്റെ പണി തീർന്നു, ഞാൻ പിന്നെ ഇല്ല. ഇങ്ങനെ വിറച്ചിരിക്കുമ്പോഴാണ് 12-ാം സങ്കീർത്തനം പറയുന്നത് എന്താണ്? യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാ? ഇരുവായത്തിലുള്ള വാതിലിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചുകളെയും വേർപിടിക്കും വരെ തുളച്ചിയെല്ലുന്നതുമാവുന്നു ഉടയവൻ തൻ്റെ വചനം അയച്ചു. കോരഹിൻ്റെ മകനാണ്, പേടിക്കേണ്ട. കോരഹിൻ്റെ മകനാണ്. ശരിക്കും കോരഹ അനുഭവിച്ചതുപോലെ തന്നെ നീയും അനുഭവിക്കേണ്ടതാ. കാരണം അങ്ങനെയുള്ള ജഡത്തിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. പക്ഷെ ഉടയവൻ എന്ത് ചെയ്തു? നിർമ്മല വചനങ്ങളാകുന്നു. ഈ നിർമ്മല വചനം അയച്ചു. വെട്ടി, ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു കമ്പ് വെട്ടി മാറ്റുന്നത് പോലെ, ഭൂമിയോട് പറ്റിയിരിക്കുന്ന ഒരു വസ്തുവിനെ വെട്ടിയെടുക്കുന്നത് പോലെ, മാന്തിയെടുക്കുന്നത് പോലെ, ഒടിച്ചെടുക്കുന്നത് പോലെ, വേർപിടിപ്പിച്ച് വേരോടുകൂടി പഴുതെടുക്കുന്നത് പോലെ അവനെ വെട്ടി വേർതിരിച്ചെടുത്ത്. കർത്താവിന് സ്തോത്രം. വേർതിരിച്ചെടുത്തപ്പോഴാണ് അവൻ്റെ വാ തുറന്നത്. അവൻ പറഞ്ഞ വാക്കെന്നറിയോ? അപ്പൻ പറഞ്ഞത്, അയ്യോ,
ഞങ്ങൾ നശിക്കുന്നേ എന്ന് പറഞ്ഞ് തീയിലേക്ക് ഇറങ്ങിയതാ. അപ്പനും കൂട്ടരും. അപ്പനും കൂട്ടരും പറയും, അയ്യോ നശിച്ചല്ലോ. ദൈവത്തിന്റെ കോപം ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മരണമല്ല. ഈ ലോകത്തിൽ മരിക്കുന്നവരെല്ലാവരും പാപത്തിൽ മരിക്കുന്നു. അവരെല്ലാവരും ജീവൻ നഷ്ടപ്പെട്ടു മരിക്കുകയാണ്. അതായത് ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന ഘടകങ്ങൾ വേർതിരിഞ്ഞ് കെട്ടഴിഞ്ഞ് പൊടി ഭൂമിയിലേക്ക് ചേർന്ന് ആത്മാവ് ദൈവത്തിലേക്ക് ചേർന്ന് പ്രാണൻ വേർതിരിഞ്ഞ് ഇങ്ങനെയാണ് കെട്ടഴിഞ്ഞു പോകുന്നത്. സഭാപ്രസംഗി 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കതറിയാം. ഈ കെട്ടഴിവ് ഇവിടെ വരില്ല. എവിടെ? ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുന്നവരും ജീവനോടെ സ്വർഗത്തിലേക്ക് പോകുന്നവരും ഇങ്ങനെ 2 വിഭാഗമുണ്ട്. അത് അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ജീവൻ അങ്ങനെ തന്നെയുണ്ട്, ശരീരം അങ്ങനെ തന്നെയുണ്ട്, പ്രാണൻ അങ്ങനെ തന്നെയുണ്ട്, മനസ്സ് അങ്ങനെ തന്നെയുണ്ട്. അതിലേക്കാണ് അങ്ങ് ഇറങ്ങുന്നത്, തീയിലേക്ക് ഇറങ്ങുക. ചെറിയൊരു മരണമല്ല അത്. എന്തുമാത്രം ദുഷ്ടത അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അത്രമാത്രം ദൈവത്തിന്റെ കോപം വഹിച്ചവരാണ് അവർ. ഈ കോപത്തിന്റെ ബാക്കി അനുഭവിക്കേണ്ട മകനിന്റെ പ്രാണൻ നിർമ്മലവചനങ്ങൾ മുഖാന്തരം പ്രാണനെയും ആത്മാവിനെയും സന്ധിവചകളെയും വേർപിടിക്കും വരെ തുളച്ചത് വെട്ടിങ് മാറ്റി. ഇനി നീ ജഡത്തുമായിട്ട് ബന്ധം വേണ്ട. ഇനി നീ ജഡത്തിൽ എന്തെല്ലാം അനുഭവിക്കണമോ നിനക്കത് ബാധകമല്ല. നിന്റെ പ്രാണനെ വേർതിരിച്ചിരിക്കുന്നു. അന്നേരം പാടിയ പാട്ടാണ്, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ആ വാഗൊണ്ട് പാടുന്നതാണ്. ആ വാഗൊണ്ട് പാടുന്നതാണ്. ധൈര്യത്തോടു കൂടി നമ്മൾ പാടുന്ന പാട്ടാണ്. എന്താണെന്നറിയാമോ? എന്താണ് നിങ്ങൾക്ക് ഈ പാട്ടിന്റെ നിങ്ങൾക്ക് ഇത്ര മാത്രം സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് എന്ത് നിനക്ക് വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധൈര്യമായിട്ട് സകല ഭക്തന്മാരുമായുള്ളവരെ കൂടി വരുവീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാൻ അറിയണം. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അവനെ അറിഞ്ഞ് സാക്ഷ്യപ്പെടുത്തണം. എന്താ അവൻ ചെയ്തത്, നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അനേകര് നിനക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളുടെ, വേറൊരാളോട് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ദർശനങ്ങളും പ്രവചനങ്ങളും എന്നിൽ കൂടി പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരാളോട് പറയുകയാണ്, മരിച്ച നിലയിലിരുന്ന ഒരാളെ ഞാൻ ഉയർപ്പിച്ച് കർത്താവിന്റെ നാമത്തിൽ. ആകട്ടെ, ശരി, സമ്മതിച്ച്. ഇതൊന്നും കൊണ്ടല്ല ദൈവത്തിൻ ഭാഗം മറുപടി. നിനക്കെന്ത് ചെയ്തു? ഇതുകൊണ്ട് നിനക്കെന്ത് പ്രയോജനം? ഇനി ഇപ്പൊ നിനക്ക് വലിയൊരു രോഗം ഉണ്ടായിരുന്നു, വലിയൊരു കടബാധ ഉണ്ടായിരുന്നു, മാറ്റി. അതുകൊണ്ട് നിന്റെ പ്രാണനെന്ത് പ്രയോജനം? അവിടെയാണ് കർത്താവ് ചെയ്തത് വിവരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കർത്താവ് ചെയ്തത് വിവരിക്കുന്നത് എങ്ങനെയാന്നുള്ളത് അപ്രകാരമാണ്. അവന് ധൈര്യമായിട്ട് പറയാം, അവനാണ് കർത്താവിനെ സാക്ഷ്യപ്പെടുന്നവൻ. ഈ സന്തോഷമാണ് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. അവന്റെ മുഖം പാടില്ല, അവന്റെ ജീവൻ പോയാലും അവന്റെ മുഖം പാടില്ല, മുഖത്ത് രക്ഷയുടെ സന്തോഷം പോവില്ല. അതാണ് ഒരു മനുഷ്യ ജീവിതം. അതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്. കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അതാണ്. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് ഈ നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇത്രയും പ്രായമായുമ്പോൾ മരണത്തോട് പലപ്പോഴും സമീപിക്കുന്ന സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളെല്ലാം വരുമ്പോൾ ചിന്തിക്കും, ദൈവമേ ഒറ്റ കാര്യമേ ഉള്ളൂ, മരണഭയം ഉണങ്ങാനുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ജഡത്തിന്റെ പ്രവൃത്തി കർത്താവ് ഒരിക്കൽ വന്ന് അറുത്ത് മാറ്റി ജഡത്തിൽ നിന്ന് പ്രാണനെ വെട്ടി വേർതിരിച്ച് സ്വതന്ത്രമാക്കി തന്നതാ. ഇനി ജഡം പോകുന്ന വഴിക്കും ഈ കർമ്മത്തിന്റെ വഴിക്കും ഞാൻ പോകണ്ട, എൻ്റെ പ്രാണൻ പോകണ്ട. ഇത് ശരീരം വിട്ടു കഴിഞ്ഞാൽ 90-ാം സങ്കീർത്തനം പറയുന്ന പോലെ അങ്ങനെ അവർ കഴിഞ്ഞു പോവുകയും ഞാൻ പറന്നു പോവുകയും ചെയ്യും. അവർ പറന്നു പോകും. അവിടെ ഈ ഒരു കമ്പയിൽ ഇരിക്കുന്നുള്ളൂ. കമ്പൊടിഞ്ഞു കഴിഞ്ഞാൽ പക്ഷി അങ്ങ് പറന്നു പോകും, അത്രേ ഉള്ളൂ. പക്ഷിക്ക് അവിടെ ആ കമ്പുമായിട്ടുള്ള അങ്ങ് വേർപിരിയാത്ത ബന്ധമൊന്നും അവിടെ ഇല്ല. ഇതുപോലെയാണ് ദൈവത്തിന്റെ ജനം. എന്നാൽ നോക്കിക്കൊള്ളണം ഇതിനോട് പറ്റിയിരിക്കുന്നുണ്ടോന്ന്. ഏതിനോട്? ഈ ഇരിക്കുന്ന കമ്പിനോട്, ഈ ശരീരത്തോട് പറ്റിയിരിക്കുന്നുണ്ടോന്ന്. അതിന്റെ ലക്ഷണം എന്താണെന്നറിയോ? എന്താ ലക്ഷണം? എൻ്റെ ശരീരത്തോട് എൻ്റെ പ്രാണം പറ്റിയിരിക്കുന്നുണ്ടോ? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മരണഭയം.
അതായത് ഇത് മരണത്തിന് അധീനമായ ജഡത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ജീവനും ചൈതന്യമുള്ളതായ ഇരുവായത്തിലുള്ള വാളുകൊണ്ട് കർത്താവ് വന്ന് വെട്ടി വേർതിരിച്ച് പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചങ്ങളെയും വേർപിരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനം കൊണ്ട് വെട്ടി വേർതിരിച്ച് വന്ന് അതിന്റെ തെളിവായിട്ട് എൻ്റെ വായിൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്ന സൈന്യങ്ങളെ യഹോവേ എത്ര മനോഹരം എന്ന് കോരഹിന്റെ മക്കൾ പാടിയതുപോലെ ഞാൻ പാടിയതാ. ഇന്ന് ഞാൻ ആ പ്രകാരമാണോ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടും പോകണ്ട. സ്വയം ഇരുന്നതിന് ശേഷം ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ എൻ്റെ മുമ്പിൽ മരണഭയമാണോ അതോ ദൈവഭയമാണോ? കർത്താവ് സ്തോത്രം. ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ അത് മരണഭയമാണെങ്കിൽ പ്രശ്നമാണ്. പറ്റിയിരിക്കുകയാണ്. എല്ലാവരും നോക്കുമ്പോൾ വിശ്വാസിയാ. ആ പക്ഷി ഇരിക്കുന്ന പോലെ റോട്ടിലിരിക്കുന്ന വിത്ത് തിന്നാമെന്ന് എല്ലാവരും വിചാരിക്കുന്നത്. ആ വിത്ത് റോട്ടിൽ വീഴുന്ന വിത്ത് തിന്നാൻ ആ പക്ഷി ഇരിക്കുന്നു എന്നാണ് കണ്ടു നിൽക്കുന്നവരും ഡ്രൈവറും എല്ലാം വിചാരിക്കുന്നത്. അവർക്ക് ആർക്കും ആ പക്ഷിയെ കൊള്ളണമെന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഒരു വാഹനം വന്നാൽ, ഈ സമയത്ത് ഏതെങ്കിലും മരണം വന്നാൽ നിശ്ചയമായിട്ടും പോകുന്ന വേറെ സ്ഥലത്തേക്കാണ്. ഇതാണ് യേശാവിന് പറ്റിയത്. ദൈവഭക്തനും ജ്യേഷ്ഠാവകാശിക്കും ഭയം. ഈ ലോകത്തുള്ളത് മുഴുവനും നഷ്ടപ്പെട്ടു പോയാലും ദൈവഭയമല്ലാതെ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകൊടുക്കില്ല. എല്ലാം പോയിക്കോട്ടെ. അവനത് പ്രശ്നമല്ല. 2 പിള്ളേര് പറഞ്ഞതാ. എന്താ? നെബൂഖദ്നേസരേ, നിന്നോട് ഈ കാര്യങ്ങളൊന്നും ഉത്തരം പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് സംസാരിക്കാനും ഞങ്ങൾക്ക് സമയമില്ല. കാരണം ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ വിടുവിക്കും. ഇനിയിപ്പോൾ ഇല്ലെന്ന് വെച്ചതായിരിക്കട്ടെ, വിടുവിച്ചില്ലെന്നിരിക്കട്ടെ, അവനിപ്പോൾ വിടുവിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നിരിക്കട്ടെ, ഈ വിഗ്രഹത്തെ നമസ്കരിക്കുമെന്ന് വിചാരിക്കണ്ട. എവിടെ പോയി? ഇത്രയും വലിയ മുഴുത്ത അന്നത്തെ ചക്രവർത്തിയാ, രാജാക്കന്മാരുടെ രാജാവാണ് അന്ന് നെബൂഖദ്നേസർ രാജാവ്. ആ ചക്രവർത്തിയുടെ മുമ്പിൽ പിള്ളേർ പറഞ്ഞ വാക്കുകളാ. ചൂടോ എന്തായിരിക്കും സ്ഥിതി? വാക്കുകളുടെ മുമ്പിൽ ഉണങ്ങിപ്പോകുന്നത് കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ആ വാക്കിന്റെ മുമ്പിൽ നെബൂഖദ്നേസർ ചൂളിപ്പോയി. ഒന്നും പറയാനില്ല. കോപം മുഴുത്തു. കാരണം പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പിള്ളേർക്കറിയാം. കാലും കൈയും കെട്ടി അവരെ നേരെ തീയിലേക്ക് ഇടാൻ പോവാ. തീയിലേക്കിട്ട് ചുട്ടുകളയാൻ പോവാ. കുഴപ്പമില്ല. എങ്കിലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ആരെയാ ധിക്കരിക്കുന്നത്? ആരെയാ നിങ്ങൾ ഭയപ്പെടുന്നു? കാര്യം ഭയമില്ലേ? ഉണ്ട്, ഭയമുണ്ട്. ദൈവത്തെ മാത്രം. മരണത്തെ ഭയമില്ലേ? ഇല്ല. എന്താ കാരണം? മരണം വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരം ഇങ്ങനെ ചുട്ടു കഴിഞ്ഞാൽ കൊമ്പത്ത് നമ്മളിവിടെ ജാതികളുടെ പറയും അഴയിലിരിക്കുന്ന കാക്കയെന്ന്. അഴ കെട്ടിയിരിക്കുക തുണിയിടാനായിട്ട്. അതൊരു കാക്ക വന്നിരുന്നു. അവിടെ ഇത് എങ്ങനെ നോക്കേണ്ടത് കാര്യമില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാക്ക അങ്ങ് പറന്നു പോകും. അത്രേ ഉള്ളൂ. ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഇവൻ തീച്ചുള്ളിലേക്ക് ശരീരം കൊണ്ടിട്ട് കഴിഞ്ഞാൽ പ്രാണനെ കൊണ്ട് പറഞ്ഞു കർത്താവിൻ്റെ അടുക്കിലേക്ക് പറന്നു പോകും. ഇത്രേ ഉള്ളൂ. എന്നാൽ ഇത് ഈ മാറ്റം എന്താണെന്ന് അറിഞ്ഞില്ല. ഇങ്ങനെ അകത്തി വെട്ടി മാറ്റിയത് വീണ്ടും കൂടിപ്പിടിക്കും. എങ്ങനെ? ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് കൂടിപ്പിടിക്കും. കൂടിപ്പിടിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ മരണഭയമാണ്. മരണഭയത്തിലാണ് പറയുന്നത്, കാട്ടിൽ വേട്ടയും കഴിഞ്ഞ് വരുക. വേട്ട കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സഹോദരൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരുക്കി വെച്ചിരിക്കുക. എന്താ ഒരുക്കി വെച്ചിരിക്കുന്നത്? പയറുപായസം. അതിലെത്തിരി പായസം എനിക്ക് വേണം. പായസം തരാം, പക്ഷെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരണം. ജ്യേഷ്ഠാവകാശം നിനക്ക് തരണം. എനിക്ക് ഈ ജ്യേഷ്ഠാവകാശം എന്തിനാ? കാരണം ഞാൻ മരിക്കാൻ പോവാ. മരിച്ചു കഴിഞ്ഞിട്ട് ജ്യേഷ്ഠാവകാശം എന്തിനാ? അവൻ ചിന്തിക്കുക. അപ്പം മരണഭയം അവനെ വീണു. അവനെന്ന് പോകുന്നത് മരണഭയത്തിലാണ്. കാരണം അവൻ്റെ പ്രാണൻ ജഡത്തോട് പറ്റിയിരിക്കുകയാണ്. വിറ്റു. മരണഭയമുള്ളവൻ അവകാശിയാകുകയില്ല. മരണഭയമുള്ളവൻ ക്രിസ്തുവിൽ പങ്കാളിയാകുകയില്ല. മരണഭയമുള്ളവൻ സ്വർഗീയ അവകാശത്തിന് പ്രാപ്തനല്ല. കാരണം മരണത്തെ ജയിച്ചവനാണ് ക്രിസ്തുവിലുള്ള വിശ്വാസി. എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ ഏത് സമയത്തും മരിച്ച് നാശത്തിലേക്ക് പോകാവുന്ന സന്ദർഭത്തിലാണ് യേശു വന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്താൽ
ഈ പ്രാണനെ അറുത്ത് മാറ്റിയത്. പ്രാണനെ തുളച്ച് വേർതിരിച്ച് മാറ്റിയത്. ഇനി ജഡം ചെയ്യുന്നതിന് ഉത്തരവാദിയല്ല. ഇനി ജഡത്തോട് പ്രാണൻ പറ്റുകയില്ല. ഏതെങ്കിലും കാരണവശാൽ അപകടത്തിലാകട്ടെ, ശത്രുവിൻ്റെ സംഹാരത്തിലാകട്ടെ, രോഗത്തിലാകട്ടെ, ഏതെങ്കിലും വാർദ്ധക്യത്തിലാകട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള മരണത്തിലാകട്ടെ, ശരീരം നശിക്കുമെന്നുള്ളതല്ലാതെ എൻ്റെ പ്രാണന് ദോഷം വരില്ല. എനിക്ക് ഭയം ഒരൊറ്റയാളെ മാത്രമേ ഉള്ളൂ, എൻ്റെ ദൈവത്തെയാണ്. ഇതാണ് സാക്ഷാൽ ഒരു വിശ്വാസിയുടെ ഹൃദയാവസ്ഥ. ഒരു വിശ്വാസി ഹൃദയാവസ്ഥ. കർത്താവേ സ്തോത്രം. ഓർക്കണം അപ്പനോടും തലമുറയോടും കൂടി നശിക്കേണ്ട ആ പിള്ളേര്, കോരഹിന്റെ മക്കള്, അവർ പറയുകയാണ് 84, അതായത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ജീവന്റെ വചനത്തിൽ 84 സങ്കീർത്തനം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറയാം, കോരഹിന്റെ മക്കളാണ്. അയ്യോ, നിന്റെ അപ്പൻ എന്തിയെ? അപ്പൻ പോയ വഴി വേറെയാണ്. കാരണം അപ്പൻ ഭയപ്പെട്ടിരുന്നത് ദൈവത്തെയല്ല. ഞങ്ങളെ ആകട്ടെ നിർമ്മല വചനങ്ങൾ കർത്താവ് അയച്ച് ഈ തലമുറയിൽ നിന്ന് അടർത്തി മാറ്റി. ഇനി ഞങ്ങൾക്ക് മരിച്ചാൽ ഭയമില്ല. കാരണം ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ ജഡത്തിന്റെ പ്രവൃത്തികൾക്കും തലമുറയുടെ ദോഷത്തിനും തലമുറയിൽ നിൽക്കുന്ന കർമ്മബന്ധങ്ങൾക്കും ഞങ്ങൾ ബാധ്യസ്ഥരല്ല. ഏതെങ്കിലും കാരണവശാൽ ഈ ശരീരം നശിച്ചു വന്നിരിക്കട്ടെ, ശരീരം പാപം നിമിത്തം മരിക്കുന്നുവെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു എന്ന് കർത്താവിന്റെ വചനത്തിലുള്ളതുപോലെ ഈ ശരീരം മരിക്കുന്നിരിക്കട്ടെ, ഞങ്ങൾ അങ്ങ് പറന്നു പോകും. പ്രവാസിയും പ്രദേശമായിരിക്കുന്ന എൻ്റെ പ്രാണൻ അങ്ങോട്ട് പറന്നു പോകും. ആ പരുവത്തിൽ, ആ നിലയിൽ എൻ്റെ പ്രാണനെ കർത്താവ് ഒരുക്കി ശരീരത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. അവൻ്റെ ആരാധനയാണെന്ന് ദൈവത്തിന് വേണ്ടത്. അങ്ങനെയുള്ളവരുടെ ആരാധനയാണെന്ന് ദൈവത്തിന് വേണ്ടത്. അങ്ങനെയുള്ളവരാണ് ദൈവത്തെ സ്തുതിക്കാനെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം പിതാവേ, നന്ദി. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേൻ, സന്നാഹമോടെ പാടിയിടുന്നേൻ ദേവാ, സന്നാഹമോടെ പാടിയിടുന്നേൻ. കുറ്റം കൂടാതെ എൻ തേജസ്സിൻ മുൻപാകെ മുറ്റും നിറുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നിറുത്താൻ കഴിവുള്ളവനെ, മന്നീടത്തിൻ എല്ലാം വന്ദനം ചെയ്യും നാമത്തിന്, ദേവാ വന്ദനം ചെയ്യും തിരുനാമത്തിന്. എന്നോ ഉള്ള നിൻ സർവ ആത്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ, എപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. ഈ ആരാധന നടത്തുമ്പോൾ നമ്മൾ ദൈവത്തെയാണോ മരണത്തെയാണോ ഭയപ്പെടുന്നത്? നമ്മുടെ പ്രാണൻ കർത്താവാണല്ലോ ജഡത്തിൽ നിന്ന് വേർതിരിച്ചു തന്നത്. നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ മുൻ തലമുറകളും ഈ ലോകത്തിൽ നമ്മുടെ തലമുറയിൽ ആരെല്ലാം ഏതെല്ലാം ദുഷ്ടത ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിവില്ല. എന്തായിരുന്നാലും ചെയ്ത സകല ദോഷങ്ങളും ഈ ശരീരത്തിലും ഈ ജീവിതത്തിലും ഉണ്ട്. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹാബേലിൻ്റെ രക്തം തുടങ്ങിയിട്ടുള്ള ആ കുറ്റകൃത്യങ്ങളുടെ കർമ്മം ഉള്ള ശരീരങ്ങളാണ് ഇന്നത്തെ ഈ ലോകത്തിൽ കാണുന്ന സകല ശരീരങ്ങളും. നമ്മുടെ ശരീരം അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ശരീരത്തോട് പറ്റിയിരിക്കുന്ന പ്രാണനും പറഞ്ഞേ പറ്റൂ. എന്നാൽ നമ്മുടെ ദൈവം ചെയ്തത് എന്താണ്? അങ്ങനെ മറുപടി പറയുന്ന സമയത്ത് ശരീരം പോയിക്കോട്ടെ, ശരീരം മണ്ണിനോട് ചേർന്നോട്ടെ, അതിന് കർത്താവ് തീരുമാനം ഉണ്ടായിക്കോളും. പ്രാണൻ അതോടുകൂടി പോകാൻ പാടില്ല എന്നുള്ള ദൈവത്തിൻ്റെ ഇച്ഛയാൽ നമ്മുടെ പ്രാണനെ വേർതിരിച്ച് നിർത്തി ദൈവത്തെ ആരാധിക്കാൻ കൽപ്പിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആരാധന ദൈവത്തിന് മുമ്പാകെ എത്ര വലുതെന്ന് ചിന്തിച്ചുകൊള്ളണം. എത്ര വലുതെന്ന്. അത് ചെറിയ ആരാധനയല്ല,
അത് ചെറിയ ആരാധനയല്ല. ഹല്ലേലൂയ. പരിശുദ്ധനെ കർത്താവെ ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ ഓർക്കണമേ. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളിലുള്ള ദൈവഭയം വിട്ടുമാറി ജഡത്തോട് ഞങ്ങൾ പറ്റി മരണഭയത്തിലേക്ക് വന്നെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ഏവർക്കും, ഈ ഇതിൽ സംബന്ധിക്കുന്നവർക്കും, ഞങ്ങളുടെ സഹോദരങ്ങൾക്കെല്ലാം, സഭയ്ക്കെല്ലാം കർത്താവെ ദൈവഭയം പൂർണ്ണമാക്കി ഞങ്ങളുടെ പ്രാണനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ തക്കവണ്ണം യേശുവേ ഇന്ന് ഞങ്ങൾക്ക് സഹായം തരണം. അനുഗ്രഹിക്കണമേ. നന്മകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ.